വേറൊരു സന്തോഷം ഇരിക്കണട്ടാ, നിങ്ങളുടെ 4 പേരുടെയും പേര് തെറ്റിപ്പോയി. പക്ഷെ എന്റെ പേര് മാത്രം കറക്റ്റ് ബിജു എന്ന് പറഞ്ഞില്ല. സന്തോഷം കേട്ടോ. അതെന്താ ബിജു അങ്ങനെ പറയുന്നത്? ബിജുവിന്റെ പേരൊക്കെ അങ്ങനെ മാറിപ്പോകും. എത്ര സിനിമ കാണുന്നതാണ്. ബിജു മേനോൻ അറിയാത്ത ആരെയും ഉണ്ടോ ഇവിടെ? ചെറിയാട്ടെ എഗ്രിമെന്റ് എഗ്രിമെന്റ് അല്ല അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിട്ടോ. ചെറിയ നമ്മളെ ബിഗ് ബർത്തിട്ടാണല്ലോ ഒപ്പിട്ടാക്കല്ലേ, കുഴപ്പമില്ല. 1 ലക്ഷം കിട്ടണല്ലേ, നിങ്ങൾ പാടാണ്ടല്ലോ അഡ്വാൻസ് ഇതെന്നെ ഇറയോ പിന്നെ പാടണല്ലേ താർക്കണം കേട്ടോ. ഇതൊക്കെ നടക്കും. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കുഴപ്പമില്ല സെറ്റപ്പ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് അഡ്വാൻസിന്റെ കാര്യത്തിൽ ചെക്കായിരിക്കുള്ളൂ. അതായിരിക്കും ചേട്ടാ ചെലവുണ്ട് കേട്ടോ. 1 lakh എടുത്തുപിടി. ചെക്ക് എടുക്കണേക്കും. ഐശ്വര്യമായിട്ട് പിടിച്ചേ. ഇതെന്താ എനിക്ക് 1 രൂപ അഡ്വാൻസ്? അല്ല 1 രൂപ അഡ്വാൻസാ? അല്ല ഞാൻ ഇന്നലെ വിളിച്ച് ചേട്ടൻ പറഞ്ഞു 1 രൂപ. വിജിക്കുട്ടൻ പറഞ്ഞു 1 രൂപ ആണെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയാണ് ഞാൻ പറഞ്ഞത്. 1 ലക്ഷം രൂപയോ? 1 ലക്ഷം ഞാൻ വിചാരിച്ചു ഒരു ഒറ്റ നാണയാന്ന് വിചാരിച്ചു. അയ്യോ ഞാൻ 1 ലക്ഷം രൂപയാണ്. അത് കുഴപ്പമില്ല, അഡ്വാൻസ് പോരില്ല. 1 ലക്ഷത്തിന് കുഴപ്പമില്ല, ഒരു ഐശ്വര്യമല്ലേ, കുഴപ്പമൊന്നുമില്ല. ബാക്കി നമുക്ക് പിന്നെ ഞാൻ കാര്യം ചോദിക്കണത്, ഇപ്പൊ നമ്മളെ സാധാരണ എഗ്രിമെന്റ് ചെയ്യുമ്പോ വൈറ്റ് പേപ്പർ മുദ്ര 250 രൂപയുടെ മുദ്രപത്രത്തിലാണ് അടിയിലാണ് ഒപ്പിടുന്നത്. ഇതിപ്പോ 4 വരി പകർത്തി ഏതോ പിള്ളേരുടെ അതിനകത്ത് ഒപ്പിടിച്ച എന്തിനാണത്? പിന്നെ ഈ 5000 രൂപയുടെ ഈ ബഡ്ജറ്റുള്ള പ്രോജക്റ്റിൽ പിന്നെ 250 രൂപയുടെ ഇത് മുദ്രപത്രം കൂടി മേടിക്കണം ഞാൻ. 5000 രൂപ? പിന്നെ മണിക്കുട്ടിനെ വിട്ട് അത്രല്ലേ കിട്ടുള്ളൂ എനിക്ക്. മണിക്കുട്ടി? എന്ത് മണിക്കുട്ടി? കറുത്ത നമ്മളെ കറികളുടെ മണിക്കുട്ടി ആട് ഞങ്ങളുടെ വിറ്റ് ഞാനത്. ഞാനൊന്നുമില്ല 5000 രൂപ. പിന്നെ 5000 രൂപ ബഡ്ജറ്റ് സുഖമായിട്ട് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇതുണ്ടല്ലോ സിത്താരയൊക്കെ ഉണ്ടല്ലോ. സച്ചിൻ ടെണ്ടുൽക്കർ അറിയാത്ത അത് പോട്ടെ. ഇല്ല ഞങ്ങൾ അഭിനയിക്കൂല, നമ്മ അഭിനയിക്കാൻ പറ്റും. കാര്യമില്ല, കാര്യം പൈസ ഒന്നും പിടിച്ച് ഞങ്ങളെ 1 രൂപ. പിന്നെ ഇനി സംഭവം എന്താ വെച്ചാല് ലൊക്കേഷൻ കാണുമ്പോ ബിജു ഞെട്ടും. അയ്യോ അത് ലണ്ടനിലായിരിക്കും, ലണ്ടൻ അമേരിക്കയിലേക്കല്ല. അപ്പൊ അതിനകത്ത് പിടിക്കാൻ നോക്കല്ലേ, അത് കുഴപ്പമില്ല. ശരി കുഴപ്പമില്ല. അപ്പൊ ലൊക്കേഷൻ എവിടെയാണ്? എന്റെ വീടിന്റെ മിറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പാടമുണ്ട്. അതിനകത്തൊരു അടക്കാമരം വട്ടോട്ടുണ്ട്. അയാൾ നേരി പോയിട്ട് അവിടെ ഒരു തെങ്ങുതോട്ടത്തിൽ നിന്ന് കാറ്റ് കൊള്ളുന്ന സുഖം. അതുപോലത്തെ ഒരു ലൊക്കേഷൻ ഈ നാട്ടിലെങ്ങുമില്ല. നാട്ടിപ്പോ ലൊക്കേഷൻ അത് ഞങ്ങൾ വരുമൊന്നുമില്ല. വന്നിട്ട് പോയതേ ഇല്ല. പുള്ളിക്കാരൻ അടക്കാമരത്തിന്റെ മുകളിൽ ഇങ്ങനെ പോയപ്പോ തെന്നി വീണ് പാടത്തേക്കായി പോയി. പിന്നെ ചെളിന്ന് കാലെടുക്കാൻ പറ്റില്ല. കുറെ നേരം ബുദ്ധിമുട്ടിട്ട് പിള്ളേർ ഞങ്ങളൊന്നും ഉണ്ടാവില്ല, ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ചെടിയിലും ചട്ടിയൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഹോംലി ഫുഡാണ് അവിടെ തരുന്നത്. ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചേക്കരുത്. ഹോംലി ഫുഡായിരിക്കും. എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോ ഒരു പൊതി ചോറ് ഇങ്ങനെ പൊഞ്ഞിട്ട് പോന്നാ മതി. ചോറ് ഞങ്ങൾ കൊണ്ടുവരണോ? ചോറ് പിന്നെ എന്റെ വീട്ടിലിരിക്കണം. പിന്നെ ചോറ് കൂട്ടാൻ ഞാൻ തരും. കൂട്ടാൻ ഞാൻ തരും. അശ്വതി വേണമെങ്കിൽ ഒരു ഉണക്കമുള്ളം വറുത്തോണ്ട് വരികയാണെങ്കിൽ അശ്വതിക്ക് ചെറിയൊരു വേഷം തരാം. ലോക്കൽ പരിപാടി. ഇതെന്തോ തട്ടിപ്പ് പരിപാടി. ഞങ്ങളില്ല തട്ടിപ്പ് പരിപാടിയാണ്. തനിക്ക് നഷ്ടപരിഹാരം തന്നാ പോരെ? അതെ, എനിക്ക് എന്റെ മണിക്കുട്ടിനെ വേണം. എനിക്ക് എന്റെ മണിക്കുട്ടി ആടിനെ വാങ്ങിച്ചെന്നാ പോരെ? അത് ഞാൻ വാങ്ങിച്ചെന്നോളാം. താൻ പോയെന്ന് പോ, ഞാൻ വാങ്ങിച്ചെന്നോളാം. ഉറപ്പാണ് ഞാൻ വാങ്ങിച്ചെന്നോളാം. അങ്ങനെയാണ് പ്രശ്നമല്ല. ഓക്കെ കോംപ്രമൈസ് ആയി. പോട്ടെ ശല്യം. നമുക്ക് തുടങ്ങാം. അശ്വതി ചോദിച്ചോ? എനിക്ക് ഒരു കാര്യം, സംഭവം ശരിയാണ്, നമ്മൾ ഉപയോഗിച്ചത്. നമ്മളത് നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞല്ലോ. അത് എന്നാ എനിക്ക് പറ്റാതെ ആ പ്രോജക്റ്റിലൊന്നും ഈ ഒരു ബഡ്ജറ്റ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാണ്. ആ ബഡ്ജറ്റ് നടക്കൂല. നമുക്ക് വേറൊരു ബിഗ് പ്രോജക്റ്റ് പിടിച്ചല്ലോ. എന്ത് സിനിമ? ഇതെങ്ങനാ? വീട്ടിലൊരു പശു ഉണ്ടായി, ഞങ്ങൾ വിൽക്കും. ഇറങ്ങി